ഇതിൽ മറ്റൊരു സംശയമുള്ളത് ഒരു ഭർത്താവിൻ്റെ സംശയമാണ്. ഭർത്താവ് പറയണത് ഭാര്യയോടൊപ്പം വീട്ടിൽ ഒരുമിച്ചാണ് താമസം, ഒരു രണ്ടാളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പക്ഷേ ഭാര്യ തീരെ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു പ്രശ്നമാണ്. പകൽ മുഴുവൻ മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കുക, രാത്രി വൈകുന്നത് വരെ ജോലികളും മറ്റൊക്കെ ചെയ്ത് പിന്നെ വൈകിയേ കിടന്നുറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ സുബഹ് നമസ്കാരം അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഭാര്യയ്ക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവളത് ഉൾക്കൊള്ളുന്നില്ല എന്നൊരു പരിഭവമാണ് ഭർത്താവിൻ്റെ. അല്ല, ഇത് ഭർത്താവിൻ്റെ ഒരു ചുമതലയാണിത്. അയ്യുഹലദിന ആമനോക്കും അംഫുസക്കും വാഹിലിക്കും നാറാണല്ലേ. അതായത് നമ്മുടെ താഴെയുള്ള ഒരു ഭർത്താവിന് ഭാര്യ, അതേപോലെ തന്നെ പിതാവിന് മക്കൾ, നമ്മുടെ അണ്ടറിലുള്ള എല്ലാ ആളുകളെയും വളരെ നല്ല ദീനീ ചിട്ടയോടുകൂടെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അത് നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഇവർ ചെയ്യുന്ന ഈ തെറ്റുകളെ, ഈ അശ്രദ്ധകളെ, അല്ലെങ്കിൽ ഈ ദീനിയായിട്ട് അവർ ചെയ്യുന്ന ഈ ഒരു അശ്രദ്ധ, അതിനെ ഇങ്ങനെ വിമർശിച്ച് കുറ്റപ്പെടുത്തി എന്ത് ചെയ്യാണ്, നീ എന്താ അങ്ങനെ എന്ന ചോദ്യം കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറുകയും തൻ്റെ കൂടെ തന്നെ നീ ഒന്ന് വാ, നമുക്കൊന്ന് ജമാഅത്തായി നിസ്കരിക്കാം എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്കൊന്നൊന്നാണ് പുറത്തു പോവുക എന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. അവർക്ക് കേൾക്കാവുന്ന ഏതെങ്കിലും ക്ലാസ്സുകളുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുക. നമ്മൾ പോണ ജുമാക്ക് അവരെ കൊണ്ടുപോവുക. എന്തായാലും നമ്മളിത് പറയാൻ കാരണം പൊതുവെ പുരുഷന്മാരെക്കാളും ദീനിയായ നിലക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി മാറുന്നത് സ്ത്രീകളാണ്. അപ്പം നമുക്ക് പീസ്ത്രീയുടെ തന്നെ എടുത്ത് നോക്കിയാൽ ഇതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിഗണിച്ചാലൊക്കെ എന്താണ്, സ്ത്രീകളാണ് കാര്യങ്ങൾ പഠിക്കാനും അന്വേഷിക്കാനും തയ്യാറാവുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാത്തതാണ്. അപ്പോൾ ഒരു പുരുഷനെ നന്നാക്കുക എന്നുള്ളത് ഭാര്യയ്ക്ക് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഭാര്യയെ ഒരു ഭർത്താവിന് നന്നാക്കുക, ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിൽ ബുദ്ധിമുട്ട്, പക്ഷെ ഭാര്യനെ പള്ളിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഈസി കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, സ്വാഭാവികമായും എന്ത് ചെയ്യണം, അവരെ എന്ത് ചെയ്യും, അതിനെ നന്നാക്കുക എന്ന് പറയണ്ട, നമ്മുടെ സ്വാഭാവികമായ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പരിശ്രമിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തെക്കാളും അനുസരണവും ദീനിയായ ചിട്ടയും ഉള്ളവരായിട്ട് അവർ വളർന്നു വരും. പക്ഷെ അത് ഗുണകാംക്ഷയോടുകൂടെ ആയിരിക്കണം, നസീഹത്തോടുകൂടെ ആയിരിക്കണം എന്ന് മാത്രം. വെറും ഒരു ഉപദേശിയായി മാറുക എന്നതിന് കുറ്റപ്പെടുത്തലുകളെ കൊണ്ട് മാത്രം കുറേ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്.